അവറാനെ അവറാനെ എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളൂ. ദേ അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവളെ തുഴ പോലെ നിന്ന് പോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നിന്നെ അയാൾ എന്താ ചെയ്ത? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ചതിച്ചെന്ന് പറഞ്ഞാ ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി. അവന്റെ ഒരു നോട്ടവും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കൊറേ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയോടൊക്കെ പഠിപ്പിച്ചത്? പറയാൻ. അപ്പു. അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ? നിന്റെ പ്രിൻസിപ്പലിനെ ഞാനൊന്ന് കാണട്ടെ. അപ്പുന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടൂ പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോകാൻ പറ. താങ്ക് യു ജിലി മിസ്. CP രാമസ്വാമി അയ്യർ, ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, അമ്മ അങ്ങനെ പറ്റിപ്പോയി. മനഃപൂർവ്വമല്ല. കള്ളം പറയരുത്. സോറി, മനഃപൂർവ്വം തന്നെയാ. ബട്ട് ഐ ഹാവ് മൈ ഓൺ റീസൺസ് ഫോർ ദാറ്റ്. ആളെ പറ്റിക്കാൻ റീസണോ? അതൊന്ന് കേൾക്കണമല്ലോ. എന്റെ നല്ലൊരു ചിമിട്ടം മൺകാട് അത്താനടിച്ച് ചളുക്കിയത്. സ്കൂട്ടറിന്റെ കാര്യമാണോ? തടിയാ. അതിരിക്കട്ടെ, ആ പാവം പിടിച്ച വീഡിയോ ഷോപ്പുകാരന്റെ പേരെന്തിനാ പറഞ്ഞത്? രാമസ്വാമി. നമ്പർ 1 ഫ്രോഡാ പുള്ളി. വിൻഡോസിന് ക്രാക്ക് സൈഡിൽ നിന്ന് എന്നെ പറ്റിച്ചിട്ടുള്ളതാ പണ്ട്. ഓക്കെ, എന്താണ് സേവി രാമസ്വാമിയുടെ റീസൺ? വെറും സെയിം മതി. അന്നത്തെ ആ കാറ് എൻ്റെ അല്ല, ഒരു ഫ്രണ്ടിൻ്റെയാ. അവൻ പൊന്നു പോലെ നോക്കുന്ന വണ്ടി ഒരു അത്യാവശ്യത്തിന് കാല് പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നതാ. അതിനൊരു പോറൽ ഒറ്റെന്ന് പറഞ്ഞാൽ അവൻ ചാവും. ഓഹോ, അപ്പൊ എന്റെ മഡ്ഗാർഡ് അത് നമുക്ക് ശരിയാക്കാം. ഇനി അടിച്ചിട്ട് ഇനി ശരിയാക്കാന്നോ? ഓ, അത് ശരിയാക്കിയോ? അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കൊരു കോംപ്രമൈസ് എത്താം. മിസ് പേരെന്ന് പറഞ്ഞേ? റെയർ നെയിം കീലു. ജീലു. ഹായ് ജീലു. അവള് പോയോ? ആര്? ആ ടീച്ചർ. ആർക്കറിയാം. അവള് വന്നു കയറിയ മുതൽ എല്ലാം തലതിരിവല്ലേ. അസമയത്തൊരു പുറത്തുപോക്കും അലവലാദികളുടെ കൂടെ കളിയും. കൊച്ചമ്മയെങ്കി വരട്ടെ. നീ പൊടി. അപ്പനും അമ്മയും നടതള്ളിയ പടു കുരുപ്പ്. ഹായ്, ഗുഡ് ഈവനിങ് ടോം പോൾ. എത്ര സെറ്റ് കളിച്ചു? 3. എത്ര ജയിച്ചു, എത്ര തോറ്റു? 3. ജയോ തോൽവിയോ? ജസ്റ്റ് ലൈക്ക് സെൽച്ചഡൻസി. ഓ, അപ്പൊ തോറ്റു. അല്ല, ആ കക്ഷി എത്ര തവണ സിയൊക്കെ തോറ്റു എന്നാ പറഞ്ഞേ? നോ ഐഡിയ. എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി സ്ഥിരം തോൽവിയാ. അല്ല, മുറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇപ്പൊ ട്രെൻഡി അല്ല.